ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നും വിചാരിക്കും വീഡിയോ ഇടണമെന്ന് കേട്ടോ, പക്ഷേ എന്നെ സമ്മതിക്കുന്നില്ല. ആരാണെന്നല്ലേ? മടി. ഭയങ്കര മടിയാണ് ഗൈസ്, മടിച്ചിയാണെന്ന് തന്നെ പറയാം. രാവിലെ തന്നെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ടേ ഇത് രാവിലത്തെ വീഡിയോ അല്ല, വൈകുന്നേരത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം വൈകുന്നേരമാണ് കൂടുതലും മുറ്റത്തിറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ കൂടുതലും ഞാനിപ്പോൾ ചെയ്യാറുള്ളത്. മൈഗ്രെയിൻ്റെ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ, അൺസഹിക്കബിൾ എന്ന് തന്നെ പറയാം. അപ്പം എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചെറിയൊരു കൃഷി സ്ഥലമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് ഏക്കർ കണക്കിനൊന്നുമില്ല, ഉള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലയോ, കാന്താരിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കാന്താരി ഞാൻ ഏറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അതിനുണ്ട്. പിന്നെ ഈ വാഴക്കുട്ടന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഓൾഡ് വീഡിയോസിലൊക്കെ അത് ചെറുതായിരുന്നു, ഇപ്പം എല്ലാവരും വളർന്നിട്ടുണ്ട് കേട്ടോ, മിടുക്കം. പിന്നെ ഇതാണ് എൻ്റെ പടവലം. പടവലത്തിന് തോന്നുന്ന പോലെ വെള്ളം കോരി ഒഴിച്ച് പുഴു കയറി പടവലത്തിനുള്ളിലും പുറത്തും അഴുകിപ്പോവൊക്കെ ചെയ്ത് എന്താ ചെയ്യുക, മണ്ടത്തരം അല്ലാണ്ട് ഒന്നും കയ്യിലില്ല. പിന്നെ കല്ല് കെട്ടി കുറേയൊക്കെ തൂക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ കല്ലെല്ലാം കൂടെ തട്ടി അത് ഇറുന്ന് തറയിൽ വീഴും. അശ്രദ്ധ. അങ്ങനെ എല്ലാ ഐറ്റംസും, അതായത് ഈ ലോകത്തിൽ വേണ്ടാത്ത എല്ലാ സ്വഭാവ ഗുണങ്ങളും എനിക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിത്യവഴുതനങ്ങയെക്കുറിച്ച് പറയുവാണ്. നിത്യവഴുതനങ്ങ നിത്യവും വന്നുകൊണ്ടിരുന്നതാണ്. മിക്ക ദിവസങ്ങളിലും എനിക്ക് തരുമായിരുന്നു നിത്യവഴുതനങ്ങ, ഏറെ കിട്ടുമായിരുന്നു. അപ്പം ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും 2 നേരമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ എനിക്ക് നിത്യവഴുതനങ്ങ കിട്ടുമായിരുന്നു. അതിനു മുമ്പൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ചീരച്ചേമ്പ് ഞാനൊരു 3 ദിവസത്തിന് മുമ്പ്, അല്ല 3 4 വട്ടം എടുത്താണ് കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ളത് ഉണങ്ങിപ്പോയിരുന്നു, വീണ്ടും വളർന്നു വന്നതാണ് ഗൈസ് അത്. പിന്നെ നിത്യവഴുതനങ്ങ കഥ. ഒരു ദിവസം വന്നിട്ട് എവിടെയോ വീഡിയോയിൽ കണ്ടതാ, കംപ്ലീറ്റ് കാണാതെ, ഒരു വീഡിയോ പോലും ഫുള്ളാക്കി കാണാനുള്ള മടി കാരണം കുറേ കഞ്ഞിവെള്ളം കൊണ്ട് ഈ നിത്യവഴുതനയുടെ ചുവട്ടിൽ ഒഴിച്ചു കേട്ടോ. ആ നിത്യവഴുതന അതിനുശേഷം വെയിൽ കൊണ്ടും അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടും ഒക്കെ ആയിരിക്കാം അതങ്ങ് മുരടിച്ച പോലത്തെ അവസ്ഥയാണ്. കിട്ടുന്ന നിത്യവഴുതനങ്ങയും ഒരു പുഷ്ടിയില്ലായ്മ. പിന്നെ വഴുതനങ്ങയും കിട്ടാറുണ്ട്, അത് ഇപ്പം ആയി വരുന്നുള്ളൂ. വെണ്ടയ്ക്ക പോയിട്ട് ലീഫൊക്കെ പോയിട്ട് പുതിയത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കേട്ടോ. അതിന് വെച്ചിരുന്ന കൊന്നക്കമ്പൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട്. അപ്പം ഈ നിത്യവഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നതും കാണത്തില്ല, കള്ളന്മാരെ പോലെ പതുങ്ങിയാണ് കിടക്കുന്നത്, ഒളിച്ച് കിടക്കും. അങ്ങനെ എനിക്ക് പകുതി കൂടുതലും കിട്ടാറില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല, ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കണ്ടില്ലേ നിത്യവഴുതനങ്ങയുടെ അവസ്ഥ കണ്ടോ? വെയിലായിരിക്കാം റീസൺ, നന്നായിട്ടിരുന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ വെയിൽ കാരണം എന്തോ സംതിങ്. വീഡിയോ പോകുന്നില്ലേ?